ഹായ് സുഹൃത്തുക്കളെ, അഗ്രി ടിപ്പിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ കൃഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കനടിയിലാണ്. ഇപ്പോൾ മഴയെല്ലാം കഴിഞ്ഞ് പറമ്പിലെല്ലാം മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ ആദ്യം കാടും കാര്യങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കി, അരിവാളിനെല്ലാം വെട്ടി വൃത്തിയാക്കി. എന്നാലും കുറച്ച് ചെറിയ ചെറിയ കാടുകളും പള്ളകളും അവിടെ ഇവിടെയുണ്ട്. അത് നമ്മൾ ആദ്യം ഒരു തൂമ്പ വെച്ചിട്ട് എല്ലാം കൂടെ ചെത്തി വൃത്തിയാക്കും. എല്ലാ ഏരിയ നടാനുള്ള ഏരിയ മുഴുവൻ നമ്മൾ ചെത്തി വൃത്തിയാക്കി. അതിനുശേഷം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചെത്തി വൃത്തിയാക്കുന്നത് നമ്മൾ ഈ കൂടം വെട്ടുന്ന കൂർക്ക നടാനുള്ള കൂടം വെട്ടുന്നതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തേക്ക് ആകുന്ന രീതിയിലാണ് നമ്മൾ ചെത്തി വൃത്തിയാക്കി വെക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് രണ്ട് വശത്തുനിന്ന് കൂടം വെട്ടി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റും. ചപ്പെല്ലാം വൃത്തിയായി അവിടെ വൃത്തിയായി കിടക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതി അവലംബിക്കുന്നത്. അതല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതെല്ലാം ചെത്തി മാറ്റി കളയാനും കഴിയുകയും ചെയ്യും. അങ്ങനെ ആ ചെത്തി കൂട്ടിയ ആ ചപ്പിൻ്റെ ഇടയിലേക്ക് മുകളിലേക്ക് നമ്മൾ ഈ മണ്ണ് രണ്ട് കൂടം പോലെ വെട്ടിക്കൂട്ടുകയാണ്. നമ്മൾ ഈ മരച്ചീനി കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടാറുണ്ട്. കൂടം വെട്ടിക്കൂട്ടിയിട്ട് സിംഗിൾ കൂടം നടാറുണ്ട്, ഏരി വെട്ടിയിട്ട്. ഇത് ഏരി വെട്ടി നടുന്ന രീതിയാണ്. നമ്മൾ സാധാരണ കൂർക്ക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഏരി മാടിയതിന് ശേഷമാണ്. രണ്ട് വശത്തുനിന്നും ഏരി മാടി വെച്ച് അതിൻ്റെ മുകളിലാണ് ഇത് നടുന്നത്. കൂർക്ക നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ഒരു 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്ററൊക്കെ വ്യത്യാസത്തിലാണ് നട്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു കമ്പൗണ്ട് ചെറിയൊരു കുഴി കുത്തി അതിൻ്റെ ഉള്ളിൽ ഇത് നട്ട് വെക്കുകയാണ്. ഈ കൂടം വെട്ടുമ്പോൾ നല്ലതായിട്ട് മേൽഭാഗം എല്ലാം നന്നായിട്ട് പൊടിച്ച് നല്ല രീതിയിലാക്കി വെച്ച് നടുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. വേരോടാനും കാര്യങ്ങൾക്കൊക്കെ നല്ല എളുപ്പമുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ നമുക്ക് നടാം. ഒരു നിശ്ചിത വലിപ്പം വന്നതിന് ശേഷം നമുക്ക് കാണാം, ഈ ഓരോ ഏരിയൻ്റെ ഇടയിലും ഗ്യാപ്പുകളുണ്ടാവും. ആ ഗ്യാപ്പിൽ നിന്ന് നമുക്ക് മണ്ണ് വാരിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഇടണം. ഒരു 15 സെൻറ്റിമീറ്ററൊക്കെ പൊക്കം വന്നതിന് ശേഷം മാത്രം മതി. ഇത് ആദ്യം നമ്മൾ നട്ടതിന് ശേഷം അന്ന് തന്നെ നമ്മൾ ചെറുതായിട്ട് നനയ്ക്കേണ്ടി വരും. കാരണം അതല്ല എങ്കിൽ ഇത് വാടിപ്പോകാൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ കുറച്ച് നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ ആകെ ഒരു 1.5 ഏരിയയിൽ മാത്രമേ നമ്മൾ കൂർക്ക നട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ഏരിയകളിൽ മൊത്തം നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ്, കുറച്ച് കയ്യിലുണ്ടായിരുന്നതാണ്, അത് നട്ടുവെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഇതിൻ്റെ വളർച്ചയും മറ്റുള്ള കാര്യങ്ങളും ഇനി വരുന്ന ചാനലുകളിൽ ഇടുന്നതായിരിക്കും.